നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനൊരു പാൻ വേൾഡ് റീച്ച് കിട്ടിയേക്കാണ്. അല്ലെങ്കിൽ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നടന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേൾഡ് വൈഡ് റീച്ച് കിട്ടിയേക്കാണ്. ഞാൻ നോക്കിയപ്പോൾ മാർക്കിയും 433 കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സി ആ ഒരു സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലോട്ട് വന്ന ആ ഒരു ഇവൻറ്റിനെ കുറിച്ച്. വേറൊന്നുമല്ല, മെസ്സി നമുക്കറിയാം ഇന്ത്യൻ ടൂർ നടക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് ലാൻഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് വന്നത് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലോട്ടായിരുന്നു. അവിടെ നടന്നത് 10 മിനിറ്റ് പോലും മെസ്സിയെ കാണാൻ വന്ന ഓഡിയൻസിന് 10 മിനിറ്റ് പോലും മെസ്സിയെ കാണാൻ പറ്റിയില്ല. ചുറ്റും പൊളിറ്റീഷ്യൻസ് നിറഞ്ഞ ഒരു മെസ്സിയെ ഒന്ന് കാണാൻ പോലും പറ്റില്ല. കുറേ പൊളിറ്റീഷ്യൻസിനെ കണ്ടു എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അവിടെ കാണാൻ വന്ന ഓഡിയൻസിന് അതിൻ്റെ റീസണായിട്ട്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കാണികൾ എന്ത് ചെയ്തു, ഓഡിയൻസ് ഔട്ട്ബേസ്റ്റായി. അവർ മറ്റേ അവിടെ ഉണ്ടായിരുന്ന കസേരയും സാധനമൊക്കെ എടുത്ത് എറിഞ്ഞ് അവിടെയുള്ള സ്റ്റേജൊക്കെ തല്ലി പൊളിച്ച് എല്ലാവരും കൂടി ഗ്രൗണ്ടിലോട്ട് കയറി വന്ന സിറ്റുവേഷൻ ആയിരുന്നു. നേരെ മറിച്ച് ഹൈദരാബാദിൽ അവൾ വളരെ പ്രോപ്പറായിട്ട് മെസ്സിയെ ഷോക്കവിസ് ചെയ്തു. മെസ്സിയെ കാണാൻ വന്ന ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് മെസ്സിയെ കാണിച്ചു കൊടുത്തു. മെസ്സി എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അതിന് വളരെ വലിയൊരു എക്സാമ്പിളാണ് കൊൽക്കത്തയിൽ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു പയ്യൻ ഇങ്ങനൊരു മീഡിയനോട് ബൈറ്റ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കല്യാണമാണെന്ന്. ആ ഒരു കല്യാണം സ്കിപ്പ് ചെയ്തിട്ട് മെസ്സിയെ കാണാൻ വന്നു. അത്രയും ഇമോഷനാണ് മെസ്സി എന്ന് പറയുന്നത്. ഹൈദരാബാദ് വളരെ കൃത്യമായിട്ട് അത് ഷോക്കേസ് ചെയ്തു. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വളരെ മിസ് മാനേജ്മെൻറ്റ് ആയിരുന്നു അത്. ഞാൻ നോക്കിയപ്പോൾ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒരാളുണ്ട് മറ്റേ കാർപ്പറ്റൊക്കെ എടുത്തിട്ട് പോകുന്നു. കാർപ്പറ്റൊക്കെ കൊണ്ടുപോകുന്നു. ടിക്കറ്റിനെടുത്ത കാശെങ്കിലും മുതൽ അവിടെ നിന്നുണ്ട്. മിനിമം 5K ഒക്കെയാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അത് കണ്ട് ഞാൻ കുറേ നേരം ചിരിച്ച്.